ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു Athiraartistry. ഞാൻ ആതിര. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റിയലിസ്റ്റിക് ഐ ഡ്രോയിങ്ങുമായിട്ടാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഒരു തരത്തിലുമുള്ള ആർട്ട് ടൂൾസ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല എന്നതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അതായത് ഒരുപാട് ടൈപ്പ് ടൂൾസ് അവൈലബിൾ ആണ് അല്ലേ. ഇപ്പം മോണോ ഇറേസേഴ്സ് ഉണ്ട്, ബ്ലെൻഡിങ് ടൂൾസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. ബട്ട് ഇതിനകത്ത് ഞാൻ അങ്ങനെയുള്ള ഒരു ടൂൾസും യൂസ് ചെയ്യുന്നില്ല. ഈവൻ പെൻസിൽ ഷെയ്ഡിങ് സെറ്റ് പോലും ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല എന്നതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ഞാൻ എന്താണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് എന്നല്ലേ, ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു നോർമൽ പെൻസിൽ, അതായത് നോർമൽ സാധാരണ നമ്മൾ എഴുതാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പെൻസിൽ. അതായത് ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ മോളുടെ ബോക്സിൽ നിന്നാണ്, അതായത് സ്കൂൾ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പെൻസിൽ. ആ പെൻസിലും ഒരു ബ്ലാക്ക് കളർ പെൻസിലും മാത്രമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് രണ്ടും വെച്ചിട്ട് എങ്ങനെ ഒരു റിയലിസ്റ്റിക് ഐ ചെയ്യാം എന്നാണ് ഇന്ന് ഞാൻ ഇതിലൂടെ കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു സ്ലാൻഡിങ് ലൈൻ വരച്ചിട്ട് ഒരു സർക്കിൾ, ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ ഒരു സ്മോൾ സർക്കിൾ, എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും സെയിം വിഡ്ത്തിൽ ഞാൻ ഓരോ ലൈൻസ് മാർക്ക് ചെയ്തിട്ട് ഓരോ ഡോട്ട്സ് ഇട്ട് മാർക്ക് ചെയ്തിട്ട് അത് വെച്ച് ജസ്റ്റ് ഐലിട്ട് സ്കെച്ച് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഐസിൻ്റെ ഫുൾ പോർഷൻ നമുക്ക് മേളിലും താഴെയും എല്ലാ പോർഷനും ഐബ്രോസും നമുക്ക് പതുക്കെ സ്കെച്ച് ചെയ്തെടുക്കാം. എന്നിട്ടൊന്ന് ഇറേസർ വെച്ച് ആ ലൈൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. എന്നിട്ട് ഐബോളിലുള്ള ആ റിഫ്ലക്ഷൻ ഏരിയ ഒന്ന് ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിനി ഫസ്റ്റ് സ്റ്റെപ്പ് നോർമൽ പെൻസിൽ യൂസ് ചെയ്തിട്ട് ആ സെൻറ്റർ ബോൾ ഞാൻ ഷെയ്ഡ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് ആ സെക്കൻഡ് ആ ബിഗ് സൈസ് ബോൾ ഒന്ന് പെൻസിൽ കൊണ്ട് വരച്ചിട്ട് ഒന്ന് ഫിംഗർ യൂസ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ ബ്ലെൻഡിങ് ടൂൾസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സോ ഫിംഗർ വെച്ച് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തിട്ട് അതേപോലെ ലൈൻസ് വരച്ച് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുത്തു. അങ്ങനെ ഓൾമോസ്റ്റ് ആ സെൻറ്റർ പോർഷൻ, ഐബോൾ പോർഷൻ കഴിഞ്ഞിട്ട് ആ ഐസിനകത്തുള്ള വൈറ്റ് ഏരിയയിലേക്ക് പോകാം. അപ്പോൾ വൈറ്റ് ഏരിയ പ്ലെയിൻ വൈറ്റായിട്ട് ഇട്ടാൽ ആ ഒരു റിയലിസ്റ്റിക് ഫീൽ വരില്ല. സോ അതിനകത്തും ലൈറ്റായിട്ട് ഷെയ്ഡ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ലെയർ ആയിട്ട് ഞാൻ ആ പെൻസിൽ കൊണ്ട് യൂസ് ചെയ്തിട്ട് സെക്കൻഡ് ലെയർ ആയിട്ട് ഈ ബ്ലാക്ക് കളർ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആ 2 ലെയേഴ്സ് ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് ആ കുറച്ചും കൂടെ ആ ഒരു റിയലിസ്റ്റിക് ഫീല് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോരോ പോർഷന് ഇപ്പോൾ എവിടെയൊക്കെയാണ് ഡാർക്ക് വരേണ്ടത്, അങ്ങനെ ആ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ട പോർഷൻസ് എല്ലാം ബ്ലാക്ക് കളർ പെൻസിൽ വെച്ച് ചെയ്തെടുക്കുക. ഇവിടെ ആ സെൻറ്റർ പോർഷൻ ആയതുകൊണ്ട് പെൻസിൽ യൂസ് ചെയ്ത പോർഷൻ നമുക്ക് ഫിംഗർ കൊണ്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ ഇവിടെ ആ ഡാർക്ക് ആൻഡ് ലൈറ്റ് എഫക്റ്റ് രണ്ട് പെൻസിലും മാറ്റി മാറ്റി യൂസ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. ഫസ്റ്റ് ഞാൻ ആ കളർ പെൻസിൽ യൂസ് ചെയ്തിട്ട് പതുക്കെ ആ മറ്റേ നോർമൽ പെൻസിൽ വെച്ച് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തു. നമുക്ക് കുറച്ച് ആ ഐബാൾസിനകത്തെ ആ ലൈൻസ് കുറച്ച് വരയ്ക്കേണ്ടതുണ്ട്. സോ അത് പതുക്കെ ആ രണ്ട് പെൻസിൽ യൂസ് ചെയ്ത് ആ ഡീറ്റെയിലിംഗ് കൊടുത്തെടുക്കുക.
അങ്ങനെ ഐബോൾ ഓൾമോസ്റ്റ് തീർന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷനിലെല്ലാം എവിടെയൊക്കെയാണോ ആ ഡാർക്ക് വരേണ്ടത് ആ പോർഷനിലെല്ലാം നമുക്ക് ആ ബ്ലാക്ക് കളർ പെൻസിൽ യൂസ് ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം. ആ 2 പെൻസിൽ ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ആ ഫസ്റ്റ് ഡാർക്ക് പോർഷനിലൊക്കെ ഞാൻ ആ ബ്ലാക്ക് കളർ പെൻസിൽ യൂസ് ചെയ്തിട്ട് അതിനോട് അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്ന പോർഷനിൽ ഞാൻ അതിനോട് തന്നെ ചേർത്ത് ആ നോർമൽ പെൻസിൽ യൂസ് ചെയ്ത് ആ ഡാർക്ക് ആൻഡ് ലൈറ്റ് ആ ഒരു ബ്ലെൻഡിങ് ഫീൽ ഞാൻ കൊണ്ടുവരുന്നു. ഈ ഐ ലിഡിൻ്റെ പോർഷനിൽ നോക്കിയാൽ ഞാൻ സെയിം മെത്തേഡാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നോർമൽ പെൻസിൽ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് അത് ഫിംഗർ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ആ ബ്ലാക്ക് കളർ പെൻസിൽ യൂസ് ചെയ്തു. ഇനി നമുക്ക് ആ ഐ ലാഷസിലേക്ക് പോകാം. ഇത് ഞാൻ ഫസ്റ്റ് നോർമൽ പെൻസിൽ കൊണ്ട് ഒന്ന് സ്കെച്ച് ചെയ്തെടുത്തിട്ട് ആ ഔട്ട്ലൈൻ ഒന്ന് ക്ലിയർ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ബ്ലാക്ക് കളർ പെൻസിൽ യൂസ് ചെയ്യുന്നു. കണ്ടോ, ഡൗൺ പോർഷൻ ക്ലിയർ ആയി. ഇനി നമുക്ക് സെയിം മെത്തേഡ് തന്നെ മേളിലുള്ള പോർഷൻസിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം.
ഐബ്രോ നോക്കുകയാണെങ്കിൽ ഐബ്രോയും അതേപോലെ തന്നെ ആ ബേസ് ഞാൻ ആ നോർമൽ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് ഫിംഗർ വെച്ച് ബ്ലെൻഡ് ചെയ്തിട്ട് ബ്ലാക്ക് കളർ പെൻസിൽ യൂസ് ചെയ്തു. അതായത് ഫസ്റ്റ് ലെയർ ഞാൻ ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് സെക്കൻഡ് ലെയർ സെയിം പെൻസിൽ യൂസ് ചെയ്ത് ആ ഐബ്രോസ് ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് എടുത്ത ശേഷം ഫൈനലി ആ ബ്ലാക്ക് കളർ പെൻസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡ്രോയിങ് ഇവിടെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിരിക്കുകയാണ്. എൻ്റെ ഫൈനൽ ലുക്കിലേക്ക് നമുക്ക് പോകാം. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അങ്ങനെ ഒരു ടൂൾസും യൂസ് ചെയ്യാതെ ഞാൻ വരച്ച റിയലിസ്റ്റിക് ആയി ഡ്രോയിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.